ദ ട്രൂത്ത് അബൌട്ട് റിയൽ പോസിറ്റിവിറ്റി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യഥാർത്ഥ പോസിറ്റിവിറ്റി എന്താണ്. നമ്മുടെ ചുറ്റിലും പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്ന ധാരാളം വീഡിയോകളും അതുപോലെ റൈറ്റപ്സും ആളുകളെയും നമുക്ക് കാണാം. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള പോസിറ്റിവിറ്റി എന്താണ്? എല്ലാം അടുക്കും ചിട്ടയോടും കൂടി വെച്ച് ഡിസിപ്ലിൻ ആയിട്ടിരിക്കുന്ന ലൈഫാണോ? അപ്പം നമുക്ക് കുറേ സന്തോഷം കിട്ടും. അങ്ങനത്തെയാണോ? അല്ലെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന സന്തോഷമാണോ? ഇത് നമുക്ക് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു ചെടി വളർത്താൻ തീരുമാനിച്ച കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കണം, ഫ്ലവർ ഉണ്ടാവണം, ആ ഒരു ഘട്ടങ്ങളില്ലേ? അതുപോലെ നമ്മുടെ ലൈഫിലും എല്ലാം കറക്റ്റ് സമയത്ത് ഭക്ഷണം, കറക്റ്റ് സമയത്ത് വെള്ളം, കറക്റ്റ് സമയത്ത് ഡ്രസ്സ്, അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് കിട്ടി ഇരിക്കുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ്സിനെയാണോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്? എല്ലാം കറക്റ്റ് സമയത്ത്. അങ്ങനെ ഒരു ലൈഫ് ഉണ്ടോ? അത് നമ്മൾക്ക് തോന്നും അതെന്താ ഒരു ഡ്രീം ലൈഫാണോ? സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജീവിതമാണോ? അങ്ങനെയൊക്കെ തോന്നും അല്ലേ? ശരിക്കും പോസിറ്റിവിറ്റി എന്താ? പോസിറ്റീവായിട്ടിരിക്കണം. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. ശരിയാണ്, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം. നമ്മുടെ മുഖത്ത് നമുക്കൊരു ചിരി വന്നില്ലെങ്കിൽ കൂടി നമ്മൾ ചിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കും എന്നൊക്കെ എല്ലാവരും പറയും അല്ലേ? നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കും അല്ലേ? അപ്പോൾ എപ്പോഴും ചിരിക്കുക എന്നുള്ളതാണോ പോസിറ്റിവിറ്റി? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എപ്പോഴും ചിരിച്ചിരിക്കാനായിട്ട് ഒരാൾക്ക് കഴിയും? എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ ശ്രമിച്ചാൽ പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ ചിരിക്കാൻ പറ്റാത്ത അവസരങ്ങൾ നമ്മൾ എങ്ങനെ ചിരിക്കും? അപ്പോൾ ഒരല്പം തളർന്നു പോയി എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കാനും കരയാനും ഒന്നും പോകരുത് അല്ലേ? അങ്ങനെയാണ് എപ്പോഴും പറയുക. പക്ഷെ നമുക്ക് വിഷമം വരുമ്പോൾ എന്താ? കരയണം അല്ലേ? കരയണം. യഥാർത്ഥമായിട്ടുള്ള പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും നിരാശകളും എല്ലാം ഉണ്ടാവും ജീവിതത്തിൽ. അവ ഇല്ലെന്ന് നടിക്കുന്നതല്ല ശരിക്കുള്ള പോസിറ്റിവിറ്റി. ആർ യു പ്രിറ്റൻഡിങ്? അതൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ നടിക്കുകയാണോ? നമ്മൾ ചുമ്മാ നടിക്കുന്നതാണോ എല്ലാം? നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, നിരാശ ഉണ്ടാവുന്നു, അപ്പോഴും നമ്മൾ ഹാപ്പിയാന്ന് പ്രിറ്റൻഡ് ചെയ്യണോ? ഒരു സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട്, വൈ ഡു ഐ പ്രിറ്റൻഡ് എവറിഥിങ്? നമ്മൾ ചിരിച്ചുകൊണ്ട് ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നലുണ്ടാവും, എന്തിനിങ്ങനെയെന്ന്. ജീവിതത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും നിരാശകളും ഉണ്ടാകും. അവ ഇല്ലെന്ന് നടിക്കുന്നത് ശക്തിയല്ല. ഉള്ളിലെ വേദന മറച്ച് ഒരു ചിരി ധരിക്കുന്നത് മനസ്സിന് ശരിക്കും ഭാരമാകല്ലേ ചെയ്യുന്നത്. പോസിറ്റീവ് ആയിരിക്കുക എന്നത് നമ്മുടെ വികാരങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ കരയേണ്ട സമയത്ത് കരഞ്ഞ് ആ ലെറ്റ് ഇറ്റ് ഗോ, ആ ഒരു വിഷമം അങ്ങോട്ട് മാറി കിട്ടിയൊരു സമാധാനം. ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ സഹായം ആവശ്യം വരും. ചില ആളുകൾക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് സഹായങ്ങൾ ആവശ്യം വരും. അപ്പം അങ്ങനെ സഹായങ്ങൾ ആവശ്യം വരുന്ന സമയത്ത് മടി കൂടാതെ സഹായം ചോദിക്കുക. അത് ഏത് സമയവും സഹായം ചോദിക്കണം എന്നല്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് സഹായം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് സുഖമില്ല എന്ന് പറയാൻ കഴിയുന്നത് ഒരു ധൈര്യമാണ്. ചില സമയത്ത് നമുക്ക് അത് പറയാൻ പറ്റില്ല. നമ്മളൊരു സാക്രിഫിഷ്യൽ മൂഡിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാം ത്യജിച്ച് നമ്മളെല്ലാ പണിയും ചെയ്ത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് സുഖമില്ല എന്ന് പറയാനായിട്ട് നമുക്കൊരു മടിയാണ് അല്ലേ? അപ്പോൾ നമ്മൾ അത് പറയാനായിട്ട് നമുക്കുള്ള ഒരു ധൈര്യം, അതൊരു പോസിറ്റിവിറ്റിയാണ്. നിഷേധാത്മക ചിന്തകളെ ജീവിതത്തിൻ്റെ സ്ഥിരം സത്യമാക്കാതെ അവ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ പ്രത്യാശ. അതായത് നമുക്ക് എപ്പോഴും നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവില്ലേ? അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നുള്ളത്. അത് ഒക്കെ താൽക്കാലികമാണ്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എല്ലാം അവർക്കൊക്കെ ശരിയാവുന്നുണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ. അതൊക്കെ താൽക്കാലികമാണ്. ദാറ്റ് ഈസ് നോട്ട് പെർമനൻ്റ് അറ്റ് ഓൾ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു ഹോപ്പ് അല്ലെങ്കിൽ പ്രത്യാശ. എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല. ഇന്നത്തെ പോലെ ആവില്ല നാളെ, നാളത്തെ പോലെ ആവില്ല മറ്റന്നാൾ അല്ല. ചില ദിവസങ്ങൾ വളരെ മനോഹരമായിരിക്കും. ചില ദിവസങ്ങൾ വെറുതെ ചലഞ്ചുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ആ ചലഞ്ചിനെ സർവൈവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു ദിവസത്തെ ഒരു ഇത്. അതെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഫെയിലിയർ അല്ല. വി ഹാവ് ഡൺ അവർ ബെസ്റ്റ്. നമ്മുടെ ഏറ്റവും നല്ലത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ചില സാഹചര്യങ്ങൾ അതിന് മേലെ ഒന്നും ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. സോ ചില സാഹചര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകണം. സ്വയം കുറ്റപ്പെടുത്താതെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് അതിനെ അംഗീകരിച്ച് അതിനെ അഭിനന്ദിച്ച് മുന്നോട്ട് പോകാം. സ്വയം കുറ്റപ്പെടുത്താതെ
ചെറിയ ചെറിയ മുന്നേറ്റങ്ങളെ പോലും അഭിനന്ദിക്കാൻ പഠിക്കൂ. ഇന്ന് നിങ്ങളൊരു ചെറിയ ചുവട് വെച്ചു, ഒരു ചെറിയ സ്റ്റെപ്പ് മതി, അതും പുരോഗതിയാണ്. നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ചെറിയ ചെറിയ മോട്ടിവേഷൻ ടോക്കുകളായിട്ട് ഒന്ന് മോട്ടിവേറ്റഡ് ആയി. സോ ദാറ്റ് ഈസ് ഓൾസോ അവർ സ്ട്രെങ്ത്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി എനിക്കുണ്ടാകുമെന്നുള്ള വിശ്വാസം കിട്ടിയോ ആ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേട്ടതുകൊണ്ട്. അപ്പം അത് നിങ്ങളുടെ റിയൽ മോട്ടിവേഷനാണ്. പോസിറ്റീവ് ചിന്ത എന്നത് എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും എന്നുള്ളൊരു അന്ധമായിട്ടുള്ള വിശ്വാസമല്ല. ബട്ട് വി ആർ ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ടു ഓവർകം അവർ ചലഞ്ചസ്. നമ്മുടെ ജീവിതത്തിൽ ചലഞ്ചസ് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി എനിക്കുണ്ടാകുമെന്ന വിശ്വാസമാണ്. അതുകൊണ്ട് എപ്പോഴും സന്തോഷമുള്ള ആളാവാനായിട്ട് നമ്മൾ ശ്രമം നടത്തുമ്പോൾ ചിലപ്പോൾ അതൊരു ഹെവിനെസ് തോന്നാം. പക്ഷെ അത് സക്സസ്ഫുൾ ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്, സത്യസന്ധമായിട്ടിരിക്കുക, സ്വയം മനസ്സിലാക്കുക, അതുപോലെ പ്രതീക്ഷ ഒരിക്കലും കൈവിടാതിരിക്കുക. കാരണം യഥാർത്ഥ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാം ഫേക്ക് ചെയ്യണതല്ല, നമ്മൾ പ്രിട്ടൻഡ് ചെയ്യണമെന്നല്ല. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സോ ഐ എം പ്രിറ്റൻഡിങ് ടു ബി ഹാപ്പി ഓൾവേസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു ബേർഡനായി മാറും അല്ലേ. പക്ഷെ ഐ എം ഫേസിങ് ദ റിയാലിറ്റി, ഐ എം ആക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി ആൻഡ് ഐ എം ഗോയിങ് ത്രൂ ദ റിയാലിറ്റി. അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാം. എനിക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും, ആ ചലഞ്ചിങ് സിറ്റുവേഷനെ പോലും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ശക്തി മനസ്സിൽ വളർത്തിയെടുക്കാൻ, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഒരുപക്ഷെ ഇന്നൊരു ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, മഴ എപ്പോഴും പെയ്യില്ല, മഴ എന്നും പെയ്യില്ല അല്ലേ. ഈ ദിവസവും കടന്നു പോകും. ഒരു ദിവസം മഴ പെയ്ത പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഒരു പ്രോബ്ലംസ് ഒന്നും ആരുടെ ലൈഫിലും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ. ഒരു സൂര്യോദയം ഇന്ന് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് നല്ല ചൂടായി എന്ന് വിചാരിച്ച് നാളെ ഭയങ്കര തണുപ്പ്, അങ്ങനെയില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടപ്പെട്ട ആളുകൾ ചെയ്തു തരും എന്നുള്ള ചില വിശ്വാസം ഉണ്ടാവും. ചിലപ്പോൾ അത് ചെയ്തു തന്നില്ലായിരിക്കാം. ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ കൈവിടാണ്ടിരിക്കുക, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്നുള്ള ഒരു ചിന്ത. ഈ ദിവസവും കടന്നു പോവും, നിങ്ങൾ വീണ്ടും പുഞ്ചിരിക്കും. നമ്മൾ പ്രിട്ടൻഡ് ചെയ്യാതെ മനസ്സറിഞ്ഞ് തന്നെ പുഞ്ചിരിക്കും. നമുക്ക് ആ ഒരു ഹോപ്പ് ആൻഡ് ആ ഒരു റേ ഓഫ് ഹോപ്പില്ലേ, അതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ഹോപ്പ് ആൻഡ് സ്ട്രെങ്ത് ടു ഓവർകം അവർ ചലഞ്ചസ്. ഇപ്പോൾ റിയൽ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രിട്ടൻഡിങ് അല്ല. നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അപ്പം അതൊക്കെ അങ്ങോട്ട് അംഗീകരിച്ചുകൊണ്ട് പോവാം. ചില സമയത്ത് നമ്മൾ എത്ര ശ്രമിച്ചാലും വീടൊന്നും ഒതുക്കി വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ വല്ല വയ്യായികളാവും, തിരക്കാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാലും കുഴപ്പമില്ല, ചിരിച്ച് പ്രിട്ടൻഡ് ചെയ്ത് ഐ ക്യാൻ ഡൂ ദിസ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോവില്ല. ചില സമയത്ത് ഓവർ ബേർഡൻ ആയിരിക്കും. എപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പ്രിട്ടൻഡ് ചെയ്യില്ല, നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ച് വീട് ഭയങ്കര നീറ്റ് ആൻഡ് വെൽ ആൻഡ് ഗുഡ് ആക്കി ഇടില്ല. അങ്ങനെ ഇല്ലാത്ത വീടുകളുണ്ട്. പിന്നെ എപ്പോഴും വീട് ഒതുക്കി വെച്ച് ക്ലീൻ ആയിട്ടിരിക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ ചില സമയത്ത് പ്രിട്ടൻഡ് ചെയ്യും നമ്മൾ ഓവർ ഹാപ്പിയാന്നുള്ളത്. ചില ആളുകളുടെയൊക്കെ നമ്മൾ ഈ പോസ്റ്റുകളും അവരുടെ അപ്ഡേറ്റ്സും കാണുമ്പോൾ അവരെപ്പോഴും ഹാപ്പിയാണെന്നായിരിക്കും. ചിലപ്പോൾ അവർ പ്രിട്ടൻഡ് ചെയ്യുന്നതായിരിക്കാം, ഹാപ്പിനെസ് പ്രിട്ടൻഡ് ചെയ്യുന്നതായിരിക്കാം. ഇപ്പോൾ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു വികാരമാണ്. റിയൽ പോസിറ്റിവിറ്റി അങ്ങനെ തന്നെയാണ്. ഏതൊരു സിറ്റുവേഷനിലും നമ്മളുടെ ഒരു പീസ് ഓഫ് മൈൻഡ് കളയാണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ, അതാണ് റിയൽ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. വെറുതെ ഒരു അഭിനയമല്ല. ചില ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവർ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളൊരു പ്രിട്ടൻഡ് ചെയ്യും. പക്ഷേ യഥാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ അതില്ല. അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ചെയ്യുമല്ലോ. അപ്പം റിയൽ പോസിറ്റിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എൻവയോൺമെൻറ്റ് സറൗണ്ടിങ് അസ് ഓൾസോ. നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ചുറ്റുപാടിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിയൽ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഇന്നർ പീസ് ഉണ്ടെങ്കിൽ ഔട്ടർ പീസ് ഓൾറെഡി ഉണ്ടാവും എന്ന് പറയുന്നത്.
നമ്മൾ പ്രതികരിക്കാതിരിക്കലല്ല, നമ്മുടെ വേർഷൻ നമ്മൾ പറയുന്നു. ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ദ അതർ പേഴ്സൺ വിൽ എഗ്രി, അതർവൈസ് ദേ വിൽ ലീവ് അല്ലേ. അതെല്ലാ ഒരു സിറ്റുവേഷനിലും അങ്ങനെയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ചലഞ്ചാണ്. പക്ഷെ റിയാലിറ്റി മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പോസിറ്റിവിറ്റി അല്ല. ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാവും, ലൈഫിൽ ചലഞ്ചസ് വരും. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന, ഓക്കെ ദിസ് ഓൾ ദിസ് ഹാപ്പൻസ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്നു, നമ്മൾ ചിരിച്ച് വർത്തമാനം പറയുന്നു, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്തായി പോകും എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നമുക്ക് കൂടുതൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നില്ല, നമ്മളുടെ കാര്യങ്ങളിൽ സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി ചെയ്യാൻ അറിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് നമ്മൾക്ക് സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ചില സമയത്ത് പറ്റില്ല, അപ്പോൾ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അതും ഒരു റിയൽ ഫേസ് ഓഫ് ലൈഫാണ്. ഇപ്പോൾ റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് റിയൽ പോസിറ്റിവിറ്റീനെ കുറിച്ച്? ഒന്ന് പറയാമോ?